NSS യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ വയോധികനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ TG നന്ദകുമാറിനെതിരെ കേസെടുത്ത പാലാരിവട്ടം പോലീസ്. മർദ്ദനത്തിൽ പരിക്കേറ്റ വെണ്ണല സ്വദേശി ഭരതപ്പണിക്കർ ആശുപത്രിയിൽ ചികിത്സ തേടി. ഭാരവാഹിത്വം സംബന്ധിച്ച തർക്കമാണ് കയ്യാറ്റത്തിൽ കലാശിച്ചത്. NSS വെണ്ണല കരയോഗത്തിന്റെ സെക്രട്ടറിയായി 29 വർഷം പ്രവർത്തിച്ച 80 വയസ്സുകാരൻ KP ഭരതപ്പണിക്കർക്കാണ് മർദ്ദനമേറ്റത്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ TG നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാനലിൽ 11 പേർ വിജയിച്ചു. എതിർ പാനലിൽ നിന്ന് ഭരതപ്പണിക്കർ ഉൾപ്പെടെ 4 പേരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഭാരവാഹിത്വം സംബന്ധിച്ച തർക്കമാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പ്രസിഡന്റായിരുന്ന ശ്രീകുമാറിനെയും ട്രഷററായിരുന്ന പത്മനാഭൻ നായരെയും കക്ഷി ചേർത്തുകൊണ്ട് ഈ ശ്രീകുമാരിയും നന്ദകുമാർ എന്ന് പറഞ്ഞ ഇടനിലക്കാരനായ നന്ദകുമാർ ഒരു കേസ് കോടതിയിൽ കൊടുത്തിരുന്നു. അതിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നു. അദ്ദേഹത്തിന് അനുകൂലമല്ലാത്ത രീതിയിലും ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിലുമാണ് വിധി വന്നത്. അതിന്റെ പേരിലാണ് ഞങ്ങളെ ഉപദ്രവിച്ചത്. സ്ഥലത്തുണ്ടായിരുന്ന സ്ത്രീകൾക്കെതിരെ അസഭ്യവർഷം നടത്തിയെന്ന് പരാതിയുമുണ്ട്. സ്ത്രീകളെ പിടിച്ചു മാറ്റം പോയ സ്ത്രീകളെ അസഭ്യം പറയുകയും എൻ്റെ നാത്തൂനെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളെ എടുത്ത് തള്ളുകയും ഇത്രയധികം ഞങ്ങളെ മാനസികവും ശാരീരികവുമായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് TG നന്ദകുമാറിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. നന്ദകുമാറിന്റെ ഒപ്പമുണ്ടായിരുന്ന MP മുരളീധരൻ, മധുസൂദനൻ എന്നിവരും കേസിലെ പ്രതികളാണ്. വിഷയത്തിൽ പ്രതികരിക്കാൻ നന്ദകുമാർ തയ്യാറായില്ല. 24 കൊച്ചി.